വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റ് സ്പേസിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അതേപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ആകെ അൽക്കുലത്തായിട്ടാണുള്ളത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്നതിന്റെ മുന്നേ ഈ ഒരു ടേബിളിൽ ഇതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി തന്നെ നമ്മൾ ജനൽമെന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു മാറ്റാണ്. അത്യാവശ്യം ഡസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ജനലും കമ്പിയും ഒക്കെ. ഒന്നാമത് ജനലിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഐറ്റംസ് വെക്കുമ്പോൾ ബാക്ക് സൈഡ് വല്ലാതെ മൈൻഡ് ചെയ്യൂലല്ലോ. അപ്പൊ ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് ഞാൻ. അപ്പൊ നേരത്തെ എടുത്തു മാറ്റിയ ആ ഒരു സ്പേസിലേക്ക് ഒരു ഫോം ബോർഡിന്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചത്. സ്റ്റാൻഡിന്റെ ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതൊക്കെ ഒന്ന് ഒട്ടിക്കാണ്. ഒട്ടിക്കൽ പരിപാടിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി ഐശ്വര്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ വെക്കും. ഇത് വെച്ചതിന്റെ മെയിൻ ഉദ്ദേശം ഇതിന്റെ മേലെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഈ ഒരു പെൻ ഹോൾഡർ. ഇതിലും അത്യാവശ്യം നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ വേഗം ഡസ്റ്റ് ആയാൽ അറിയും. അങ്ങനെ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറെ ഐറ്റംസ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാക്കി വെച്ചു. പിന്നെ നമ്മൾ സിഗ്സാഗ് സിസേഴ്സ് ഒക്കെ ഈ ഒരു സൈഡിൽ വെച്ചു. പിന്നെ കുറച്ച് ഗം ഉണ്ട്, പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ അതിന്റെ ബാക്ക് സൈഡിൽ അങ്ങനെ വെച്ചു. ഈ ഒരു ഓർഗനൈസർ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ്, പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ അതിന്റെ സെന്ററിൽ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എൻ്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുക, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. എന്റെ ഈ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, എനിക്ക് ഇന്നെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനാ. വർത്താനത്തിന്റെ ഇടയ്ക്ക് ഞാനിവിടെ ക്ലീനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട്. ഇനി നമ്മൾ ഓർഗനൈസർ ഒന്ന് പ്ലേസ് ചെയ്യാം. നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ മറക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതിലേക്ക് ഐറ്റംസ് വെക്കുന്നതും എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ സാരമില്ല, അല്ലാതെ ഇപ്പം എന്താ പറയാലേ. അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇതിന്റെ മേലെ വെക്കുകയാണ് കേട്ടോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മിനി ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതിന്റെ മേലെ. പിന്നെ ഈ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് മെസ്സി ആയിട്ട് കിടക്കുകയാണ്. കുറെ ഫ്ലവേഴ്സും പിന്നെ ഒരു മണി പ്ലാന്റ് ഉണ്ട്. എന്റെ പ്രിന്ററിലേക്കുള്ള സകലമാന ഇങ്കും ഈ സൈഡിലാണ്. അതല്ലാതെ കുറെ ക്ലിപ്സ് ഉണ്ട്. അതല്ലാതെയും ഒന്ന് രണ്ട് ഐറ്റംസ് ഇങ്ങനെ ജനലിൽ വെറുതെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു സെക്ഷൻ ആണ് ഒന്ന് വൃത്തിയാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. ആക്ച്വലി ഇത് പ്രിങ്കിൾസിന്റെ ബോട്ടിൽസ് ആണ് കേട്ടോ. ഒരെണ്ണത്തിൽ ഞാൻ എന്റെ സ്കെയിലൊക്കെ വെക്കുന്നതാണ്, ഒരെണ്ണത്തിൽ ഞാൻ ഫ്ലവർ ഒക്കെ കുത്തി വെച്ചിട്ടാണ് ഉള്ളത്. ഇങ്ക് ബോട്ടിൽസ് ഒക്കെ ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം താഴേക്ക് വെച്ചത്. പക്ഷെ എല്ലാത്തിന്റെയും താഴെ ഒരു ഇത്തിരി ആയിട്ട് എല്ലാ ബോട്ടിൽസിലും ഉണ്ട്. ഇങ്കിന്റെ റേറ്റ് ആലോചിച്ചപ്പം എല്ലാം അവിടെ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ മണി പ്ലാന്റ് വെച്ചു. പിന്നെ ഞാൻ നേരത്തെ എടുത്തു മാറ്റിയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അടുത്ത പരിപാടി നമ്മൾ ഡെസ്ക് ക്ലീൻ ചെയ്യാന്നാണ്. ഡെസ്കിലാണെങ്കിൽ ലാപ്ടോപ്പും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനെ എല്ലാം നുള്ളി പറക്കിയിട്ട് ഞാൻ എടുത്ത് മാറ്റാണ്. മീഷോന്ന് ഞാനൊരു വാൾപേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെസ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് കളറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് അൺബോക്സ് ചെയ്യുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ നല്ല റിവ്യൂ ഒക്കെ കണ്ട് വാങ്ങിച്ചതാണ്. അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഡെസ്കിന്റെ പുറത്ത് ഒരു ഫോം ബോർഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫോം ബോർഡ് ആകെ വൃത്തികേടായതുകൊണ്ട് അതിന്റെ മേലെ ഒട്ടിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു വാൾപേപ്പർ വാങ്ങിയത്. സംഭവം ഇത് നൈസാണ് കേട്ടോ, പക്ഷേ എനിക്കൊരു ചെറിയൊരു പണി കിട്ടി. എന്താന്നല്ലേ, അത് ഞാൻ വഴിയേ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്റെ ഫോം ബോർഡിന് കണക്കാക്കിയിട്ട് വാൾപേപ്പർ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ എന്തോ ഒരു തകരാറ് സംഭവിക്കുന്ന പോലെ തോന്നിയപ്പം വേഗം ഫൈസിനെ വിളിച്ചു. എന്ത് പറയാനാ, അത് കൊളായി. അതാണ് ഞാൻ ആദ്യം ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ ഒട്ടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി. പിന്നെ ആ വൃത്തികേടായത് നമ്മൾ അങ്ങോട്ട് കാണിക്കാൻ പാടില്ലല്ലോ. അത് മറക്കാൻ വേണ്ടിട്ട് നമ്മൾ മാറ്റും ജൂട്ട് മാറ്റൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഡ്രോയറും കൂടെ വെച്ചപ്പോൾ വൃത്തികേട് അങ്ങോട്ട് മാറി കിട്ടി. അങ്ങനെ നമ്മൾ ഡെസ്ക് സെറ്റപ്പ് ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി അടുത്തതാണ് ഭയങ്കരമായിട്ടുള്ള ടാസ്ക്. പ്രിന്റ് എടുക്കുന്ന ഷീറ്റും കുറേ വേണ്ടാത്ത ഓരോ പേപ്പേഴ്സൊക്കെ ഞാൻ ഈ ഒരു മൂലയിലാണ് വെക്കാറ്. ഇതിപ്പോ മൊത്തത്തിൽ വൃത്തികേടായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് എടുത്തു മാറ്റിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ആവശ്യമില്ലാത്ത എന്തോരം പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കൊരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനെങ്കിലൊക്കെ ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെക്കും, എന്നിട്ടും അതൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രമായിട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മളെ പേപ്പർ അറേഞ്ച്മെന്റ് കഴിഞ്ഞിട്ടോ. ഈ വോൾ പോസ്റ്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ വന്നപ്പം എൻ്റെ അടുത്ത് കുറച്ച് ലീഫ് ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ലീഫൊക്കെ വെച്ചപ്പോൾ ഒന്ന് മെന കിട്ടിയ പോലെ ഒരു തോന്നൽ. ഇനി എൻ്റെ മാത്രം തോന്നലാണോ എന്ന് അറിയില്ലല്ലോ, നിങ്ങൾ പറയണേ. അതിൻ്റെ മേലെ കൂടെ LED ലൈറ്റൊക്കെ കൊടുത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ വാളിനോട് ചേർന്നിട്ട് തന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ഈ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം മാജിക് മെമ്മോയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഉണ്ട്. ആ പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാൾ ഹാങ്ങിങ് അത് ഞാൻ ചെയ്തതാണ്. ഈ ഒരു ഡ്രീം ക്യാച്ചർ 5Gക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫുൾ ലുക്ക് ഒന്ന് കണ്ടാലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഡെസ്ക് സെറ്റപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എന്നാണാവോ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുക. എനിവേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.